Good morning. Today we are going to discuss book review, how to write a book review. Generally, a review is a critical assessment of an art form or entertainment. Is it? And we can see lots of reviews about books, films, art forms, etc. on several platforms in print media or in internet, television, radio, etc. So, today we are going to discuss how to write a book review in newspapers or print media. Then there are different kinds of book reviews. It depends on its size. Small column reviews and a long in size, or and which depends on the circulation, the space allotted for review in a publication, and so on. And usually several newspapers have a panel of review writers for reviewing books for that newspaper, and it also depends on the size and circulation and the financial backup of a newspaper or that publication. And professionally, a reviewer must have in-depth knowledge of the subject and should be able to assess a book in terms of its impact on the reader. പ്രൊഫഷണലി ഒരു റിവ്യൂവർ, ഇനി പ്രൊഫഷൻ അല്ലാതെ റിവ്യൂ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടിയും ആ ഒരു സബ്ജക്റ്റിൽ, ഇപ്പോൾ ബുക്സ് എന്ന് പറയുമ്പം അക്കാഡമിക്സ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടാവാം, ലിറ്ററേച്ചർ ഉണ്ടാവാം, അല്ലെങ്കിൽ പല പേർപ്പസ്ഫുള്ളി ഉള്ള ബുക്സ് ഉണ്ടാവാം. അപ്പോൾ എന്താണോ അവരുടെ പേർപ്പസ്, അല്ലെങ്കിൽ എന്താണോ സബ്ജക്റ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു തെറോളി നോളേജ് ഉള്ള ഒരാളായിരിക്കണം ഈ ഒരു ബുക്ക് റിവ്യൂ ചെയ്യുന്നത് എന്നാണ്. അതുപോലെ തന്നെ ആ ബുക്കിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ റീഡേഴ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവർക്ക് പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ the purpose of a review is to give an account of the book and offer a reasoned opinion about its qualities. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ബുക്ക് റിവ്യൂ എന്നതിനെ കൊണ്ടുള്ള പേർപ്പസ് എന്ന് പറയുന്നത്, നമുക്കൊരു ആ ബുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ ഈ ഒരു ബുക്കിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് നമ്മളുടെ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ ഒരു ബുക്കിനെ നന്നായിട്ട് വിലയിരുത്താൻ പറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞു, റിവ്യൂ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ അസസ്മെൻ്റ് ആണ് എന്നുള്ളത്. സോ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ട്, ആളുകളിലേക്ക് ആ ബുക്ക് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതേപോലെ തന്നെ ഈ ബുക്കിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണോ ഈ ഒരു കൃതി, അല്ലെങ്കിൽ ഈ ഒരു പീസ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ ആർട്ടാവട്ടെ, എന്താവട്ടെ, ഈ ബുക്ക് എന്ന് പറയുന്നത് ആ ബുക്കിൻ്റെ എന്തൊക്കെയാണ് ക്വാളിറ്റീസ്, ആ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻ അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Then the content of that book, the approach and the scope for work for the benefit of the readers. ഈ 3 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് ഈ ബുക്കിൻ്റെ കണ്ടൻറ്റ്, അതാണെങ്കിൽ എന്താണ് അതിനൊരു അപ്രോച്ച് ഉണ്ടാവുമല്ലോ, ഓരോ ബുക്കിനും ഓരോ അപ്രോച്ച് ഉണ്ടാവും. അപ്പോൾ ആ അപ്രോച്ച് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതുപോലെ ഈ റീഡേഴ്സിന് ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബുക്ക് റിവ്യൂയിലൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു an അക്കൗണ്ട് ഓഫ് ദി ബുക്ക് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ടുള്ള ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ദെൻ മസ്റ്റ് ഗിവ് എ ഷോർട്ട് അക്കൗണ്ട് ഓഫ് ദി ഓഥർ. നമ്മൾ കണ്ടിട്ടില്ല, ഏത് ബുക്ക് റിവ്യൂ എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് എന്താണ് ബുക്ക് പറയുന്നത്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അപ്പോൾ ഏത് ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഏതൊരു ആംഗിളിലാണ് ആ ബുക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് പിന്നെ ബുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം ഓഥറിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ്
ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഓഥർ എന്ന് പറയുന്നതാണല്ലോ ആ ഒരു ബുക്കിൻ്റെ പിറവിക്ക് കാരണമായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആ ഓഥറിനാണുള്ളത്. സോ ഓഥറിനെ കുറിച്ചിട്ട് നമ്മൾ അതിൽ പറയണം എന്നുള്ളതാണ്. ഓഥറിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത്, ഇനി അവരുടെ ചില ആളുകൾക്ക് ചില എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, റെയർ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഓഥേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ നോട്ടും കൂടെ ഇതിനകത്ത് വേണം എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ എ ബുക്ക് റിവ്യൂവർ ടെൽസ് ദ റീഡർ വെദർ എ ബുക്ക് ഈസ് വർത്ത് റീഡിങ് ഓർ നോട്ട്. ചില ബുക്സ് ഉണ്ടാവും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാറില്ലാത്ത, പക്ഷേ നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ റിവ്യൂ ചെയ്ത് കാണുന്ന ബുക്സുകളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന നല്ല ബുക്സിനെ മാത്രമാണ് പല പബ്ലിക്കേഷൻസും റിവ്യൂ ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പെയ്ഡ് റിവ്യൂസൊക്കെ മേ ബി ഉണ്ടാവാം, അത് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യില്ലല്ലോ. സോ അല്ലാത്ത റിവ്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പങ്ക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മളൊരു റിവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു ബേസിക് ക്വാളിറ്റീസ് ഉള്ള ബുക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റീഡേഴ്സിന് പറ്റുമെന്ന് തോന്നുന്ന വേസ്റ്റ് ബുക്സ് ഒന്നും നമ്മളങ്ങനെ റിവ്യൂ ചെയ്യാറില്ല. സോ നല്ല ബുക്സ് തന്നെയാണ് റിവ്യൂ ചെയ്യുക. അതുകൊണ്ട് എന്താണ് ഈ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ ഈ ബുക്ക് വായിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം റീഡേഴ്സിനെ. സോ അങ്ങനെയാണ് ആ റിവ്യൂ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ റിവ്യൂ വായിച്ചിട്ടാണ് റീഡേഴ്സ് തീരുമാനിക്കുന്നത് ഇത് വായിക്കണോ വേണ്ടിയോ എന്നുള്ളത്. സോ അത് തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തീരുമാനിക്കാൻ പറ്റണം ബുക്ക് വായിക്കണോ വായിക്കേണ്ടയോ എന്നുള്ളത്. ദെൻ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റിവ്യൂവറിന് നമ്മളുടെ ഈ ഒരു ബുക്കിൻ്റെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഇൻ ദ സെൻസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ബിക്കോസ് ഒരു റിവ്യൂ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു റിവ്യൂ റൈറ്റർ എന്ത് ചെയ്യാണ്, നല്ല റിവ്യൂ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ളൊരു റിവ്യൂ എഴുതിയിട്ട് എന്തായാലും വായിച്ചിരിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു റിവ്യൂ എഴുതിയാൽ അതിൻ്റെ സെയിൽസിനെ അത് പോസിറ്റീവ്ലി ബാധിക്കും. അതുപോലെ തന്നെ ഒരു റിവ്യൂവർ ഇത് അത്ര നല്ലതല്ല, വേസ്റ്റാണ് എന്നുള്ള കണക്കിന് റിവ്യൂ എഴുതി കഴിഞ്ഞാലും അതിൻ്റെ സെയിൽസിനെ അത് ബാധിക്കും. സോ റിവ്യൂവറിന് എന്തുണ്ട്, ഒരു സെയിൽസിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ നോക്കുക. അപ്പോൾ ഒരു റിവ്യൂ വായിക്കുമ്പം ബെറ്റർ ആണെന്ന് പറയുന്ന ബുക്സാണ് നമുക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ റിവ്യൂ പോലെ തന്നെയാണ് നമ്മുടെ കോൺട്രവേഴ്സീസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് സംഭവങ്ങൾ. നിങ്ങൾ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞൊരു ബുക്കിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട്, അതേപോലെ തന്നെ മീശ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ അടുത്തുള്ളതും സന്തോഷ് എച്ചിക്കാനം കുറച്ച് പുറകിലാണ്, ബാക്കിൽ കുറച്ച് ഇയേഴ്സ് ബാക്കാണ്. എന്നിരുന്നാലും അവരുടെ ബുക്സൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഡിസ്കഷൻസ് ആയിരുന്നു. അതായത് അത് ഭയങ്കരമായിട്ട് മറ്റുള്ള ചില കാര്യങ്ങൾ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ടും, ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണിക്കൊക്കെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. സോ അങ്ങനെയുള്ള ഒരുപാട് റിവ്യൂസ് കേട്ടിട്ട് ആ ബുക്സൊക്കെ ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ട്. ഇനി വാങ്ങി അല്ലെങ്കിലും അല്ലാത്ത രീതിയിൽ അത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ റീച്ച് കൂട്ടാൻ നമ്മളുടെ റിവ്യൂ റൈറ്റേഴ്സിന് പറ്റുന്നുള്ളതാണ്. ചിലപ്പം ചില ബുക്സൊക്കെ ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം മീശ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബുക്സ്, 1-2 എന്നല്ല, ഒരുപാട് ബുക്സ്. ഇനിയിപ്പം വേറെ നാടകങ്ങൾ അല്ലെങ്കിൽ സിനിമയൊക്കെ എത്രയോ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഭയങ്കര കുറേ ആൾക്കാർ കഴിഞ്ഞുള്ള കുറേ സിനിമകളൊക്കെ ഉണ്ട്. സോ ബുക്ക് റിവ്യൂവിൻ്റെ കാര്യത്തിൽ റിവ്യൂവറിൻ്റെ അതിൻ്റെ സെയിൽസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും എന്നുള്ളതാണ് റിവ്യൂവിലൂടെ. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ടേസ്റ്റിനും എക്സ്പീരിയൻസിനും അനുസരിച്ചിട്ടാണ്, അതായത് നമ്മളുടെ റിവ്യൂ ചെയ്യുന്ന ആളുടെ ടേസ്റ്റിനും എക്സ്പീരിയൻസിനും അനുസരിച്ചിട്ടാണ് നമ്മളുടെ റീഡേഴ്സിന് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളുടെ ഒരു ഇവാലുവേഷൻ ഉണ്ടാവും, നമ്മളുടെ എക്സ്പീരിയൻസ്
നമ്മളുടെ ആ ബുക്കിനോടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്. ഇപ്പം ഞാനൊരു ബുക്ക് റിവ്യൂ ചെയ്യുമ്പം അതെൻ്റെ ടേസ്റ്റ് ഓഫ് റൈറ്റിംഗ് അല്ല എങ്കിൽ എൻ്റെ റിവ്യൂ അത് അത്രത്തോളം എന്താ പറയുക ബെറ്ററായിട്ട് കാണിച്ചോളണമെന്നില്ല. അപ്പോൾ അതിനെയൊക്കെ ആ ഇതിൻ്റെയൊക്കെ ബേസിലുള്ള ഇവാലുവേഷനാണ് നമ്മുടെ റീഡേഴ്സിൻ്റെ മുകളിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ഇത് ഇത്തരത്തിലുള്ളതാണെന്ന് മനസ്സിലാവുക, അവർ റീഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ നമ്മളുടെ നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഈ ഒരു റിവ്യൂ റൈറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ നമ്മൾ പറയുന്നത് ഈ ഒരു റിവ്യൂവിന്, ബുക്ക് റിവ്യൂവിന് അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രക്ചറായിട്ട് ഒരു എന്താ പറയുക സ്ട്രക്ചറൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഫോമാറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ റൈറ്ററാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈലാണ്. എന്നിരുന്നാലും ഞാനിപ്പോൾ ഈ പറയുന്നത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അതായത് ഏകദേശം നല്ല എല്ലാ ഇതിനകത്തുള്ളത് തന്നെയാണ്. ഇത്രയും ചെറിയൊരു ടോപ്പിക്കുമാണ്. പിന്നെ ഇതിൽ പല രീതിയിലാണ് ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനും ഒരു ചട്ടക്കൂടുകളൊന്നുമില്ല. ഈവൻ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു നോവലാണ്, ഒന്നിനും ചട്ടക്കൂടുകളില്ല ഇപ്പോൾ പൊതുവെ. കാരണം ഇപ്പോൾ ഫീച്ചറിൻ്റെ കാര്യം പറഞ്ഞു, അതിനൊന്നും നമുക്കൊരു ചട്ടക്കൂട് നിർമ്മിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രിയേറ്റിവിറ്റി ഓഫ് ദ റൈറ്റർ എന്നുള്ളത് തന്നെയാണ്. അപ്പം ഒരാൾ എത്രത്തോളം ക്രിയേറ്റീവാണോ അത്രത്തോളം ക്രിയേറ്റീവായിരിക്കും അവരുടെ വർക്ക്. ഒരാൾ എത്രത്തോളം നന്നായിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ എത്രത്തോളം നോളേജുള്ള ആളാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണോ അത്രത്തോളം കണ്ടൻറ്റ്ഫുൾ ആയിരിക്കും നമ്മളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ചട്ടക്കൂട് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു ഫോർമാറ്റ്, ഒരു റിജിഡ് ഫോർമാറ്റൊന്നും ഇല്ല. എന്നിരുന്നാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത് അതിനൊരു എന്തിരിക്കണം, ഒരു ഓപ്പണിംഗ്, നമ്മളെല്ലാ ന്യൂസ് പേപ്പർ റൈറ്റിംഗ് പോലെ എന്താണ് ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് വേണം. ദാറ്റ് ഷുഡ് ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ. ഓക്കെ, നമ്മളെല്ലാത്തിലെയും പോലെ നമ്മുടെ ഓപ്പണിംഗ് പാരഗ്രാഫ് മസ്റ്റ് ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ. അതിന് വേണ്ടിയിട്ട് നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഡയലോഗ്സ് ഒക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബുക്സിൻ്റെ പേരിൽ തന്നെ എന്തെങ്കിലും നമ്മൾ പാരഡി ലീഡൊക്കെ പറയുന്ന പോലെ ബുക്കിൻ്റെ പേരിൽ ചില മാറ്റങ്ങളല്ല, അതിനോട് സാമ്യമുള്ള രീതിയിൽ നമ്മളുടെ കമൻസൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രിയേറ്റിവിറ്റി ഓഫ് ദ റൈറ്റർ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് എഴുതാം. സോ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. Then it must grab the attention of the reader. Then this passage can be conversational in tone. അതെന്താണ്, നമുക്ക് നമ്മളുടെ റീഡേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കോൺവെർസേഷണൽ ടോണിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാസേജ് ചെയ്യാം. You can be slightly provocative and its purpose is to introduce the work under review and to encourage the reader to read on. നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രൊവോക്ക് ചെയ്യാം ആളുകളെ. ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമൻസ് കൊടുത്തിട്ട് നമുക്കിത് പ്രൊവോക്ക് ചെയ്യിപ്പിക്കാം. അതുമല്ലെങ്കിൽ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പേർപ്പസ് ഓഫ് എ റിവ്യൂ, ബുക്ക് റിവ്യൂസ് ടു ഇൻട്രൊഡ്യൂസ് ദ വർക്ക് അണ്ടർ റിവ്യൂ ആൻഡ് ടു എൻകറേജ് ദ റീഡർ ടു റീഡ് ഓൺ. നമ്മളുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, റീഡേഴ്സിനെ കൊണ്ട് ഈ ബുക്ക് വായിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. സോ നമ്മളുടെ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഇൻട്രസ്റ്റിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ എഴുതുന്ന റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ബോഡി, ഈ ഒരു റിവ്യൂവിൻ്റെ ബോഡി എന്ന് പറയുന്നത് വിൽ ബി സീരീസ് ഓഫ് ഷോർട്ട് പാരഗ്രാഫ്സ് ഓർ നോട്ട്. അത് നമ്മളുടെ ഒരു ഡിപ്പെൻസാണ്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ഷോർട്ട് പാരഗ്രാഫ്സ് ആയിട്ട് അതിന് സെപ്പറേറ്റഡ് സബ് ടൈറ്റിൽസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ എഴുതാം. ഇനി അതല്ലാണ്ടേയും എഴുതാം. എപ്പോഴും നമ്മൾ ബ്രീഫ് പാരഗ്രാഫ് എന്ന് പറയുന്നതാണ് അറ്റൻഷൻ അല്ലെങ്കിൽ റീഡബിലിറ്റി കൂട്ടുന്നത്. സോ എപ്പോഴും ബ്രീഫ് കാര്യങ്ങളാകുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ കാര്യം ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമുക്ക് വലിയൊരു പാരഗ്രാഫിലൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ വായിക്കാനൊരു മൂഡുണ്ടാവില്ല. പക്ഷേ ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വി ആർ ഇൻട്രസ്റ്റഡ് ടു റീഡ്. സോ അതുതന്നെയാണ് എല്ലാ റീഡേഴ്സിൻ്റെ അവസ്ഥ. റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പാരഗ്രാഫ് ആക്കിയിട്ട് ഇത് തിരിക്കുന്നത്. ദെൻ the concluding paragraph can summarize the reviewer's opinion and may offer a personal comment which echoes the introduction. നമ്മളുടെ കൺക്ലൂഡിങ് പാരഗ്രാഫ് എന്ന് പറയുന്നത്
എപ്പോഴും നമ്മളുടെ ഒപ്പീനിയൻസിനെ സമ്മറൈസ് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതായത് എപ്പോഴും കൺക്ലൂഡിങ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. ഇവിടെ ബുക്ക് റിവ്യൂവിൽ സമ്മറൈസ് ചെയ്യുന്നത് നമ്മളുടെ ഒപ്പീനിയൻസിനെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ കമൻസും നമ്മളുടെ ഇൻട്രൊഡക്ഷനെ എക്കോ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനെ എടുത്ത് കാണിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു പേഴ്സണൽ കമൻസ് നമുക്ക് ഈ ഒരു കൺക്ലൂഷൻ പാരഗ്രാഫിൽ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഏറ്റവും ലാസ്റ്റിൽ നമ്മുടെ ടെയിൽ പാരഗ്രാഫിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ഇത്രയൊക്കെയാണ് ഒരു ബുക്ക് റിവ്യൂവിൻ്റെ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ പബ്ലിക്കേഷൻ ആൻഡ് ഹൗ മെനി കോളംസ് ആർ അലോട്ടഡ് ഫോർ ദ ബുക്ക് റിവ്യൂ ആൻഡ് ദ പേജ് എന്നുള്ളതാണ്. ചില പേജസ് നമ്മൾ സപ്ലിമെൻ്ററി പേജസ് ഒക്കെ ആണെങ്കിൽ, സപ്ലിമെൻ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ സൺഡേ സപ്ലിമെൻ്റ്, അത്തരം പേജസ് ഒക്കെയാണ് ചിലപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള റിവ്യൂസ് വരാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ മാധ്യമത്തിലൊക്കെ നിങ്ങൾ അതിന് റിവ്യൂ എന്ന് തന്നെയാണ്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള റിവ്യൂ അല്ല, ജസ്റ്റ് 1-2 സെൻറ്റൻസിലൊക്കെ എഴുതുന്ന റിവ്യൂസ്, ചെറിയ 1 കോളം, നമ്മുടെ ഒരു മാട്രിമോണിയൽ ന്യൂസിൻ്റെ ക്ലാസിഫൈഡ്സിൻ്റെയൊക്കെ വലുപ്പത്തിലുള്ള റിവ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. മാധ്യമത്തിലൊക്കെ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കാണാറുണ്ട്. അതുപോലെ എല്ലാ പത്രങ്ങളിലും ഉണ്ടാവാറുണ്ട്. സോ ദെൻ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫിൽ ബിബ്ലിയോഗ്രഫി എന്നാണ്. അത് നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ബിബ്ലിയോഗ്രഫി ഡീറ്റെയിൽസ് ഓഫ് ദ വർക്ക് അണ്ടർ റിവ്യൂ മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. അതിനകത്ത് വരുന്നതാണ് ദ നെയിം ഓഫ് ഓതർ, ദ ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ, പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, പബ്ലിഷർ, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ, നമ്പർ ഓഫ് പേജസ്, ദ ഫുൾ ISB നമ്പർ. ഏതൊരു ബുക്ക് നമ്മൾ റിവ്യൂ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഓതറിൻ്റെ നെയിം, അതുപോലെ ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽസ്, ദെൻ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, പബ്ലിഷർ. ഇതൊക്കെ നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഇല്ലാണ്ട് നമുക്കൊരു ബുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത ആൾക്കും ഓതർ ആണ് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ഉള്ളതെങ്കിൽ കൂടിയും അതിൻ്റെ പബ്ലിഷർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ കവർ ഡിസൈൻ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഡിസൈൻ, ബുക്കിൻ്റെ ഡിസൈന്, കവർ ഡിസൈന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇനി വല്ല ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൾ, അതായത് മൊത്തത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി നമ്മളെ ഡിസൈൻ, കവർ ഡിസൈൻ്റെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മാക്സിമം ഈ ഒരു ഇതിൻ്റെ ഫുൾ കണ്ടൻറ്റ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, സോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.